അസം മുഖ്യമന്ത്രി മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചെന്ന ഹർജി തള്ളി സുപ്രീം കോടതി. പരാതികളുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്താൽ ഇത്തരം ഹർജികൾ വരുന്നത് ദൗർഭാഗ്യകരമാണ്. സുപ്രീം കോടതിയെ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയാക്കരുതെന്നും ഹർജിക്കാരനോട് ജസ്റ്റിസ് സൂര്യകാന്ത് നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, അസം മുഖ്യമന്ത്രി മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചെന്ന ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു ഹർജിക്കാരനെതിരെ രൂക്ഷമായ വിമർശനവും കോടതി നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്താൽ ഇത്തരം ഹർജികൾ വരുന്നത് ദൗർഭാഗ്യകരമാണെന്നടക്കമുള്ള നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. അമൽ, രൂക്ഷമായ വിമർശനമാണ് ഈ ഹർജിക്കാരന് നേരെ കോടതി ഉയർത്തിയിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയെ രാഷ്ട്രീയ നാടകങ്ങൾക്കുള്ള വേദിയാക്കരുത് എന്നുള്ളതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം ഹർജികൾ വരുന്നുണ്ട്. എന്നാൽ എല്ലാ കക്ഷികളും ധാർമ്മികത പാലിക്കണം എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള അവകാശങ്ങൾ ഭരണഘടനാപരമായുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ സുപ്രീം കോടതിയെ സമീപിക്കാനാവൂ. ഹൈക്കോടതിയുടെ വില അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഭരണഘടനാപരമായ കർത്തവ്യങ്ങളെ കുറച്ചു കാട്ടരുതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അസം മുഖ്യമന്ത്രി ചില മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ അത്തരം ചില പരാമർശങ്ങൾ നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ഹർജിക്കാരനെതിരെയാണ് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി ആയിരുന്നു ഹാജരായിരുന്നത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാപരമായ കർത്തവ്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചു അസം മുഖ്യമന്ത്രി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുവാനുള്ള അവസരം ഹൈക്കോടതിയിലുണ്ട്. അത് എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അമൽ, ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.